5 കുടുംബങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമായിരുന്നു ആ കുട്ടികൾ. പഠനത്തിൽ മികവ് പുലർത്തിയ അവർ ആഗ്രഹങ്ങളെ കഠിന പ്രയത്നത്തിലൂടെ കൈപ്പിടിയിലൊതുക്കി. ഡോക്ടർമാരാകാനുള്ള അതിയായ ആഗ്രഹത്തോടെ 1.5 മാസം മുൻപ് അവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ പടികൾ കയറി. അതിൽ 11 പേർ ഉറ്റ സുഹൃത്തുക്കളാകുന്നു. ഇന്നലെ സിനിമയ്ക്കായി അവർ ഒന്നിച്ചു. സിനിമ കാണാനായി ഒരു വാഹനത്തിൽ അവർ നടത്തിയ യാത്ര അവരുടെ അന്ത്യയാത്രയായി. അപകടത്തിലേക്ക് നയിച്ചതിൽ മോശം കാലാവസ്ഥയും വാഹനത്തിന്റെ പഴക്കവും ഡ്രൈവറുടെ പരിചയക്കുറവുമൊക്കെ കാരണങ്ങളായി. ഒഴിവാക്കാമായിരുന്നതാണോ ഇന്നലത്തെ അപകടം? നമ്മുടെ നിരത്തുകളിൽ സംഭവിക്കുന്നതെന്താണ്? നിരത്തിലെ ഈ കൂട്ടക്കുരുതിക്ക് പരിഹാരമെന്ത്? പരിശോധിക്കാം. സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ദിജോ കാപ്പൻ, സാമൂഹ്യ നിരീക്ഷകൻ, ശ്രീ വി സജിത്ത്, റിട്ടയർഡ് RTO, ഉപേന്ദ്രനാരായണൻ, റോഡ് സേഫ്റ്റി വിദഗ്ധൻ, സജി TR, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടയാൾ, ഷമീൽ ഖാൻ, കാർ ഉടമ എന്നിവർ ചേരുന്നു. ആദ്യം ഷമീൽ ഖാൻ നമുക്കൊപ്പം ഉണ്ട്. ഷമീൽ ഖാൻ, താങ്കളെ ഏറ്റവും ഒടുവിൽ പോലീസ് സംഘം വിളിപ്പിച്ചിരുന്നു. താങ്കൾ അവിടെ പോയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ താങ്കൾക്ക് റെന്റേ കാർ ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ആ നിലയ്ക്കല്ല വാഹനം കൊടുത്തതെന്ന താങ്കളുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത്? ഇന്ന് രാവിലെ ഹലോ പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഇന്ന് രാവിലെ സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നു. ഹലോ, എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, രാവിലെ അമ്പലപ്പുഴ സ്റ്റേഷനിൽ പോയിരുന്നു. വണ്ടി ആരാ കൊണ്ടുപോയെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ഞാൻ പറയും എൻ്റെ ഒരു പരിചയക്കാരനായ ഒരു സുഹൃത്താണ് കൊണ്ടുപോയി. അപ്പോൾ എന്തിനു കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഈ പയ്യനുമായിട്ട് എനിക്ക് ഒരു മാസത്തിന് മേളിലായിട്ടുള്ളൊരു പരിചയമുള്ളൂ എനിക്ക്, വണ്ടാനത്ത് വെച്ചുള്ള പരിചയം. അപ്പോൾ എനിക്ക് ചെറിയ 2 വീലറിൻ്റെ ബിസിനസ്സും 2 വീലറിൻ്റെ ചെറിയ മെക്കാനിക്സും ഒക്കെ ഉണ്ട്. സെക്കൻഡ് 2 വീലർ എടുത്ത് മറിച്ച് വിൽപ്പനയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പലപ്പോഴും ഇതുപോലെ 2 വീലർ പഴയതുപോലെ ഉണ്ടാകുന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ ഇന്നലെ ഇതുപോലെ വൈകുന്നേരം എൻ്റെ വീട്ടിൽ വരികയും വീട്ടിൽ വന്നിട്ട് എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു. ഞാനത് വിളിക്കുന്ന സമയത്ത് ആലപ്പുഴയിലായിരുന്നു. ഒരു 8 മണിയോട് കൂടി ഞാൻ വീട്ടിലെത്തി. എന്നിട്ട് ഇവരെ എന്നെ കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചെറിയ മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ എന്നോട് പറഞ്ഞ് എനിക്ക് ചെറിയ 2 വീലർ സെക്കൻഡ് വല്ലതും വിൽക്കാനുണ്ടാകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉടനെ നല്ലതായിട്ടൊന്നുമില്ല, 2 ദിവസത്തിനകം ഞാൻ വേണ്ടി എടുത്തു തരാം. അപ്പോൾ എനിക്ക് ഒരു 2 വീലർ വേണം, ഇവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ എനിക്ക് 2 വീലറൊന്നും ഇല്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ഞങ്ങളൊരു 5-6 പേരുണ്ട്, ആലപ്പുഴയ്ക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോകാമെന്ന് ഓർത്തിരിക്കുകയാണ്. നാളെ റെഡ് അലർട്ടാണ്, കോളേജൊക്കെ അവധിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംസാരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് അത്യാവശ്യമാണ്, ഞങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് തിരിച്ച് ഉടനെ വണ്ടി എത്തിച്ചു തന്നേക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനേടാ ഈ ചെറിയ പരിചയത്തിന് എങ്ങനെ വണ്ടി കൊടുത്തു വിടുന്നത് എന്ന് ചോദിച്ചു. ആരും പറഞ്ഞു, ഇങ്ങനെയൊക്കെയല്ലേ പരിചയം വരുന്ന, നമ്മൾ എത്ര ദിവസത്തെ പരിചയമുണ്ട്, ഇക്കൊക്കെ എന്നെ അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, മോനെ ഒരു പരിചയമില്ല, അവൻ നിൻ്റെ മാത്രം കണ്ടുകൊണ്ട് അങ്ങനെയാണ് വണ്ടി കൊടുത്തു വിടുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇക്കൊക്കെ വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടനെ വിളിച്ച് ചോദിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ ഫോണിൽ കൂടെ വിളിച്ചപ്പം ചേട്ടൻ തിരുവനന്തപുരത്ത് എൻജിനീയറിങ്ങിന് പഠിക്കുക. ചേട്ടൻ പറഞ്ഞ് വണ്ടി കൊടുത്തു വിട്ടു വയ്ക്കുക, കുഴപ്പമൊന്നുമില്ല, എൻ്റെ അനിയൻ തന്നെയാണ്, അവന് വണ്ടി ഓടിച്ച് നല്ല എക്സ്പെർട്ടാണ്, ലൈസൻസൊക്കെ ഉണ്ട്, എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഏറ്റു കൊടുത്തു വിട്ടോളാൻ പറഞ്ഞു. നല്ലോണം വണ്ടി ഓടിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ കൊടുത്തു വിട്ടതാണ്. രാത്രി തന്നെ വണ്ടി എത്തിക്കാമെന്നും പറഞ്ഞു. ഈ വണ്ടി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണോ? അതെ, എൻ്റെ പേരിലുള്ള വണ്ടി ഞാൻ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഫുൾ കണ്ടീഷൻ ആയിരുന്നോ? 2010 മോഡൽ ടവേരയാണ്. അത് സ്കിഡ് ചെയ്താണ് ആ ആക്സിഡന്റ് ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ വണ്ടിക്ക്? അതെ, ഇല്ല, വണ്ടി ബ്രേക്കായിട്ടൊക്കെ നല്ല കണ്ടീഷൻ വണ്ടിയായിരുന്നു. അപ്പോൾ സ്കിഡ് ചെയ്തത് പുതിയ ടയറാണെങ്കിൽ പോലും ആ റോഡ് മഴ നല്ല കുത്തിയൊലിക്കുന്ന മഴയായിരുന്നു. ആ മഴയുടെ സമയത്താണ് അവർ ഓട്ടത്തിൽ ബ്രേക്ക് ചവിട്ടി വണ്ടി വളച്ച സമയത്ത് സ്കിഡ് ചെയ്തതാണ്.
ഇത് റെന്റിനല്ല വണ്ടിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. റെന്റിനല്ല കൊടുത്തതെന്ന് പറയുന്നു. അങ്ങനെ ആർക്കെങ്കിലും ഇടയ്ക്ക് ഈ വണ്ടി സഹായത്തിനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ പോലും കൊടുക്കാറുണ്ടോ? ഇല്ല, റെന്റിനായിട്ട് ഈ വണ്ടി ആരും കൊണ്ടുപോകാറില്ല. എനിക്ക് ഈ 2 വീലറുടെ ബിസിനസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ, അപ്പം ഞാൻ ഇതും കൊണ്ട് ഇടയ്ക്ക് നടക്കാറുണ്ട്, അതേ ഉള്ളൂ. ഈ കുട്ടികൾ കുറച്ച് മാത്രം പരിചയമുള്ളവരാണല്ലോ, അവരവിടെ എത്തിയിട്ട് 1.5 മാസം മാത്രമേ ആകുന്നുള്ളൂ. ഇങ്ങനെ ഒരു വാഹനം കൊടുത്തു വിടാൻ വേണ്ടിയുള്ള പരിചയം അവരുമായിട്ടുണ്ടായിരുന്നു? അതെ, മൂന്ന് കുട്ടികൾ അവരുമായിട്ട് മിക്കവാറും വണ്ടാനത്തൊക്കെ വെച്ച് കാണാറുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഇതുപോലെ പഴയ 2 വീലർ ഒരെണ്ണം വിലക്ക് വേണം, അപ്പോൾ അങ്ങനെ 2 വീലർ ഒരെണ്ണം വിലക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് എന്നെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരിചയം, ഇപ്പോൾ പിള്ളേരെ കണ്ടപ്പോൾ നല്ല വീട്ടിലെ പിള്ളേരായിട്ട് തോന്നി. ആ ഒരു അടുപ്പത്തിൽ തന്നെ എനിക്ക് തോന്നി. ഈ ഓവർലോഡ് ഒരു കാരണമായി എന്നാണ് പറയുന്നത്. 7 പേർക്ക് കയറാവുന്ന വാഹനമാണ്, അതിൽ 11 പേർ ഉണ്ടായിരുന്നു. അവർ അക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. എത്ര പേരാണ് സിനിമയ്ക്ക് പോകുന്നത്, എത്ര പേരാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ടായിരുന്നു? എന്നോട് പറഞ്ഞത് 6 പേരുണ്ടെന്ന് പറഞ്ഞു. 6 പേർക്ക് ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകാനാണ്, പടം കഴിഞ്ഞ ഉടനെ വീട്ടിൽ തിരിച്ചെത്തിച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ വണ്ടിയും കൊണ്ട് പോകുന്നത്. പൈസ വല്ലതും തന്നോ കുട്ടികൾ? പണം വല്ലതും തന്നോ വണ്ടി ഉപയോഗിക്കാൻ മേടിക്കുന്നതിന് പകരമായിട്ട്? ഇല്ല. പോലീസ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു? എന്തോ? പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു? ഹലോ, അപ്പോൾ ചേട്ടൻ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അതെ, വാപ്പ ഗൾഫിലാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ താങ്കളോട് അന്വേഷിച്ചിട്ടുണ്ട്? പോലീസിന് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എനിക്കറിയാവുന്നത്, എനിക്ക് സംഭവിച്ചമായ കാര്യങ്ങൾ ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈവർക്കെതിരെ FIR എടുത്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു. താങ്കൾക്കെതിരെ എന്തെങ്കിലും കേസെടുത്തിട്ടുണ്ടോ? നടപടികൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എടുത്തിട്ടില്ല. ഈ കുട്ടികളുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. ഒരു സിനിമയ്ക്കൊക്കെ പോകുന്നതിൻ്റെ മൂഡിലാണ് അവസാനം കണ്ടത്. മഴയുണ്ടായിരുന്നു, അങ്ങനെ ഒരു യാത്രയ്ക്കൊക്കെ പറ്റിയ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അവരോട് അക്കാര്യം എന്തെങ്കിലും സൂചിപ്പിച്ചോ? അവരടുത്ത് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് മഴ ആയതുകൊണ്ട് നാളെ ഇന്ന് ഇത് റെഡ് അലർട്ട് ആയതുകൊണ്ട് അവധിയാണ്, ഞങ്ങൾക്ക് ഇതുപോലെ ചാൻസ് കിട്ടത്തില്ല, അതുകൊണ്ടാണ് പോകാൻ ഉദ്ദേശിച്ചത്. അവധിയാണ്, റെഡ് അലർട്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങളിന്ന് പോകാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടുമെന്ന് അറിയില്ല. അപ്പം പിള്ളേരെ കണ്ടപ്പോൾ നല്ല പിള്ളേരായിട്ട് തോന്നി. മാത്രമേ എനിക്ക് എൻ്റെ അനിയന്മാരെ കണക്ക് തോന്നി, നല്ല പിള്ളേരായിട്ട് തോന്നി. അലമ്പുള്ള ടീമായിട്ട് തോന്നിയിട്ടില്ല. ഈ കുട്ടികൾ വാഹനവും വിടാൻ കാരണം ഇപ്പോൾ മോശം കാലാവസ്ഥ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ വാഹനം ഇതിനു മുൻപ് അപകടത്തിലോ മറ്റോ പെട്ടിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടോ? ഇല്ല, ഞാൻ എടുത്തിട്ട് എൻ്റെ ഇതുവരെ അപകടത്തിൽ പെട്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയത് നല്ല രീതിയിൽ തന്നെ എടുത്തുകൊണ്ട് പോയത്. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. നമുക്കൊപ്പം മറ്റ് അതിഥികൾ കൂടി ചേരുകയാണ്. ഇപ്പോൾ വി സജിത്ത് ഉണ്ട്, റിട്ടയർഡ് RTO ആണ് അദ്ദേഹം. ശ്രീ സജിത്ത്, ആ അപകടം ആദ്യം കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമ്മൾ കരുതിയത് KSRTC ബസ് ഇടിച്ചുണ്ടായിട്ടുള്ള ഒരു അപകടമാണ് എന്നതാണ്. പക്ഷേ അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഈ വാഹനം സ്കിഡ് ചെയ്ത് KSRTCക്ക് മുന്നിലേക്ക് എത്തുകയായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. താങ്കൾക്ക് ആ അപകടത്തിൻ്റെ സ്വഭാവം കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തൊക്കെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന് മനസ്സിലാകുന്നു? ഇതിനെ വിടരാൻ കൊതിച്ച് ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷകളായിട്ടുള്ള 5 കുരുന്നുകൾ, നാളത്തെ പ്രതീക്ഷകൾ, അവരുടെ ജീവൻ അകാലത്തിൽ പൊരിഞ്ഞ ഇതിലുള്ള സങ്കടവും വിഷമവും അറിയിക്കാം.
ഇത് സാറേ പുതുതായിട്ട് ജോയിൻ ചെയ്ത MBBSന്റെ ഫസ്റ്റ് ഇയർ കുട്ടികളാണെന്ന് പറഞ്ഞു. ആ കുട്ടികൾ തമ്മിൽ ഒരു ബോണ്ടിങ്, ഒരു അണ്ടർസ്റ്റാൻഡിങ്, അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ആരൊക്കെ പിന്നെ ഏതൊക്കെ സ്കിൽസ് ഉള്ളവരാണ്. ഡ്രൈവിങ് ചിലപ്പോൾ ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ പോലും ആ ലൈസൻസിനകത്ത് എത്രമാത്രം എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു ബൈപ്പാസിന്റെ അടുത്ത് അകത്തേക്ക് ആലപ്പുഴ ടൗണിലേക്ക് കയറുന്ന ഒരു പോർഷനാണ്. ആ പോർഷനിൽ ശരിക്കും പിന്നെ ഒരു ജംഗ്ഷൻ എന്ന രൂപത്തിൽ വളരെ വൈഡായിട്ടുള്ള നേർക്കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ അത് മഴ സമയമാകുമ്പോഴത്തേക്കും വാഹനങ്ങളുടെ ടയറുകൾ ഈ വെള്ളത്തിനകത്ത് പൊങ്ങി നിൽക്കുന്ന ഒരു ഹൈഡ്രോപോളിക് പിന്നെ എഫക്റ്റ് ഉണ്ടാവും. അതായത് ഒരു ഭാരമുള്ള വസ്തു വെള്ളത്തിനകത്ത് കിടക്കുമ്പോൾ അതിന്റെ വെയിറ്റ് അതിന്റെ ആ വെള്ളത്തിന്റെ മുകളിലായിരിക്കും ഇരിക്കുക. അപ്പൊ അതിന്റെ ടയറുകൾക്ക് വേണ്ടത്ര ഗ്രിപ്പ് കിട്ടില്ല. അപ്പോ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് താഴ്ന്ന ഗിയറിലേക്കൊക്കെ ഇട്ടിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് വേണം വരാൻ. അങ്ങനെ സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് വരാനായിട്ടുള്ള മുൻകരുതല് ആ ജംഗ്ഷനെ കുറിച്ച് അറിയാത്ത ഒരു ആളാണെങ്കിൽ ചിലപ്പോൾ അത് ചെയ്ത് കാണത്തില്ല. അതുകൊണ്ട് ആ വന്ന അതേ സ്പീഡിൽ തന്നെ ഒരു മെയിൻ റോഡ് പോലെ തന്നെ നാഷണൽ ഹൈവേയും ഇതും ഒരു മെയിൻ റോഡ് പോലെ തന്നെയാണ്. അപ്പൊ അതേപോലത്തെ സ്പീഡിലേക്ക് വരുമ്പോഴത്തേക്കും അത് ആ KSRTC ഡ്രൈവർ അവരുടെ സൈഡിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ മുന്നിലേക്ക് പിന്നെ യഥാർത്ഥത്തിൽ ആ ഡ്രൈവർ പിന്നെ പെട്ടെന്ന് കൺട്രോൾ അല്ലാത്തതുകൊണ്ട് ബ്രേക്ക് പിടിച്ചിരിക്കാം. പക്ഷേ ഈ 2010 മോഡൽ വണ്ടി എന്ന് വെച്ചാൽ 14 വർഷമാകുന്ന വണ്ടിക്ക് ശേഷം മെയിൻ്റനൻസിനകത്ത് ഈ പിന്നെ ഫ്ലൂയിഡ് മാറ്റുക, ബ്രേക്ക് പെഡൽ മാറ്റുക, അങ്ങനെയുള്ള ഒരു പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഉണ്ട്. അതൊക്കെ രണ്ടാമത്തെ അല്ലെങ്കിൽ 15 വർഷം എത്തുമ്പോഴത്തേക്കും അതൊക്കെ മാറ്റി പണിയണമായിട്ടുള്ള അത് ഡിസ്മാൻഡിൽ ചെയ്ത് പോകാനുള്ളതാണല്ലോ എന്നുള്ള ചില ഉടമകളുടെ ചില ഇത് വെച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ അത് പൂർണ്ണമായിട്ടുള്ള അത് റണ്ണിങ് കണ്ടീഷൻ ആയിരിക്കും, പക്ഷെ ആ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് ചെയ്ത് കാണത്തില്ല. അപ്പോൾ എന്താ വെച്ചാൽ ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ ബ്രേക്ക് ഡ്രമ്മും അതും ഒക്കെ ആയിട്ട് ഒരു കഴുത്ത് പിടിച്ച് ഉണ്ടാവും. അതായത് അത് സ്റ്റക്കായിട്ട് പോകും. അതായത് വീല് റോൾ ചെയ്യേണ്ട സ്ഥലത്ത് അത് റോൾ ചെയ്യാതെ അത് കടിച്ചു പിടിക്കും. ആ കടിച്ചു പിടിച്ചിട്ട് അതിന്റെ റോളിംഗ് എഫക്ട് വണ്ടിയുടെ മൂവ്മെന്റ് ഫ്രണ്ടിലേക്ക് ഉണ്ട്, പക്ഷെ വണ്ടി റോൾ ചെയ്യത്തില്ല. അങ്ങനെ അത് നിരങ്ങി. എന്നാൽ അതിന്റെ വെയിറ്റ് നോർമലായിട്ട് 7 പേരാണെന്ന് പറഞ്ഞു. അതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി, ആ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ ഇപ്പൊ പറഞ്ഞു കേട്ടിടത്തോളം 11-12 പേര് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ നിഗമനത്തിൽ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഓവർലോഡാണ്. ആ വാഹനത്തിനകത്ത് നോർമൽ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റിയേക്കാളും കൂടുതൽ വരുമ്പോഴത്തേക്കും അതിന്റെ ബ്രേക്കിംഗ് ലെങ്ത് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ടൈം ഇതൊക്കെ ഡ്രൈവറുടെ പെർഫെക്ഷനെ ഒക്കെ അധികരിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ വണ്ടി ചെന്ന് ഇടിച്ച് കയറുകയാണ് ഉണ്ടായത്. ആ വണ്ടി കൺട്രോൾ തെറ്റിയിട്ട് തിരിഞ്ഞിട്ടാണ് KSRTCയുടെ സൈഡിലേക്ക് നിന്ന് കയറിയത്. അതുകൊണ്ട് ഒരു മാരകമായ രൂപത്തിൽ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു അപകടമാണ് ഉണ്ടായത്. അതാണ് പ്രഥമ ദൃഷ്ടിയ നമ്മൾ ആ CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും. ശ്രീ ഡിജോ കാപ്പൻ, ഈ 11 കുട്ടികളാണ് അതിനകത്തുണ്ടായിരുന്നത്. ഇപ്പോൾ 5 പേരുടെ മരണം ആ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായി. 2 പേരുടെ നില ഇപ്പോൾ ഗുരുതരമായി തുടരുന്നു എന്ന വിവരമുണ്ട്. സാധ്യമായ എല്ലാവിധത്തിലുള്ള ചികിത്സയും ഉറപ്പാക്കാൻ നമ്മുടെ സംവിധാനങ്ങളുണ്ട്. പക്ഷെ നോക്കൂ, നമ്മുടെ നിരത്തുകളിൽ എത്ര അപകടങ്ങളാണ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ അപകടത്തിൽ പലവിധ കാരണങ്ങളുണ്ട്. ഒന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. ശക്തമായ മഴയുണ്ടായിരുന്നു, അതിന് മുന്നറിയിപ്പുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ആ ഘട്ടങ്ങളിൽ ഒഴിവാക്കേണ്ടതാണ്. ആ ഒരു ജാഗ്രത നമുക്കുണ്ടായില്ല ഇവിടെ. മറ്റൊന്ന് വാഹനവുമായി ബന്ധപ്പെട്ടതാണ്. വാഹനത്തിന് വലിയ പഴക്കമുണ്ട്, പരിചയമില്ലാത്ത വാഹനമായിരുന്നു, അത് സ്കിഡ് ചെയ്താണ് പോയി അപകടം ഉണ്ടാകുന്നത്. മൂന്നാമത്തത് ഡ്രൈവർ 5 മാസം മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 5 മാസത്തെ മാത്രം പരിചയമേ ഉള്ളൂ. നമുക്കറിയാം, ഒരു വാഹനം നമുക്ക് നല്ല രീതിയിൽ ഓടിക്കണമെങ്കിൽ എത്ര പരിചയം വരണമെങ്കിൽ എത്ര കാലം എടുക്കും എന്നത്. അത് അമിത വേഗത്തിൽ ഓടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ സുരക്ഷ എന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്, പ്രത്യേകിച്ച് നമ്മുടെ നിരത്തുകളിൽ എന്ന ഒരു ബോധ്യം ഉണ്ടാകാതെ പോയതാണോ ഈ അപകടത്തിലേക്ക് നയിച്ച പ്രധാന കാരണം? ഉറപ്പായിട്ടും. അതായത്
ഈ നമ്മുടെ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ രീതിയിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു പെശകുണ്ട്. അതായത് LMB ലൈസൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്ന 90% ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും വാഹനം ഏറ്റവും ചെറിയ മാരുതിയുടെ ഓൾട്ടോയോ 800 ആണ്. അതെന്താ വെച്ചാൽ 20,000 രൂപ അല്ലെ 15,000 രൂപയുടെ പാക്കേജ് ആണ്. അപ്പൊ ഏറ്റവും കുറഞ്ഞ അല്ലെ കൂടുതൽ മൈലേജ് കിട്ടുന്ന വാഹനം, ആ വാഹനത്തിലായിരിക്കും ഇവര് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുക്കുന്നത്. അതിന് തന്നെ പറയും കൈ തെളിയണം എന്നാ പറയുന്നത് പിന്നീട്. അതായത് തൽക്കാലം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, മുന്നോട്ട് പോവുക, റിവേഴ്സ് പുറകോട്ട് വരിക, ഇത്രേ ഉള്ളൂ. അതിന്റെ ഒരു കാരണം അറിയണമെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ യുവാക്കൾ മുഴുവൻ ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോവുക പഠനത്തിനും ജോലിക്കും ഒക്കെ ആയിട്ട്. ആ പോയിട്ട് വരുന്നവരോ അല്ലെങ്കിൽ പോയവരൊക്കെ പറയുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ നിന്ന് ലൈസൻസ് എടുത്ത് വിദേശത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടെസ്റ്റിന് ആരും തന്നെ പാസ്സാകുകയില്ല. അത് 5ഉം 6ഉം ടെസ്റ്റ് കഴിയുമ്പോഴാണ് ഇന്ത്യയിലെ ഒരു ലൈസൻസ് ഹോൾഡർക്ക് യൂറോപ്പിലോ ഗൾഫ് കൺട്രീസിലോ ലൈസൻസ് കിട്ടുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ലൈസൻസ് സിസ്റ്റം എത്രമാത്രം വീക്കാണെന്ന് മനസ്സിലാകാം. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ 12 മണിക്കൂർ അവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. ഓരോ മണിക്കൂർ ഇടപെട്ടുള്ള 12 ദിവസമായിട്ട് ലൈസൻസിന് കിട്ടണമെങ്കിൽ. ഇവിടെ ഈ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പം ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി ഈ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഈ ഒരു ദിവസം തന്നെ 150 ടെസ്റ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് MBA ലൈസൻസ് കൊടുക്കുന്നു എന്നൊരു ആക്ഷേപം വന്നപ്പം അത് റെസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങിയപ്പം ഏറ്റവും സമരവുമായിട്ട് വന്ന ഡ്രൈവിംഗ് സ്കൂളുകാർ, അതിനുശേഷം ആപ്ലിക്കേഷൻ കൊടുത്തിരുന്ന കാൻഡിഡേറ്റ്സും വന്നു. അപ്പൊ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം, കാലത്തിനനുസരിച്ച് ഒരു മാറ്റം വന്നാൽ ആളുകളുടെ എതിർപ്പ്, സ്വാഭാവികമായ എതിർപ്പിന് മീഡിയയും സപ്പോർട്ട് ചെയ്യും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിഷേധം ഉണ്ടാകുന്നവരുടെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായിട്ടും മീഡിയ അതിന്റെ ഒപ്പം നിൽക്കും. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ 1975 1,19,000 വാഹനങ്ങൾ ഉണ്ടായിരുന്ന നിരത്തിൽ അന്ന് നമുക്ക് 30,000 കിലോമീറ്റർ PWD റോഡ് ഉണ്ടായിരുന്നു ഈ വാഹനം ഓടിക്കാൻ. ഇന്ന് അത് 1,60,00,000 ആയപ്പോൾ നമുക്ക് 50,000 കിലോമീറ്റർ താഴെ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു വ്യത്യാസം അന്തരം എത്രമാത്രം ഭയങ്കരമാണ്. എന്നിട്ടും ഇവിടെ ഇപ്പൊ റോഡ് കോൺഗ്രസിന്റെ നിയമം അനുസരിച്ച് ഒരു പോയിന്റിൽ 25,000 വാഹനങ്ങൾ കടന്നുപോയാൽ അവിടെ 4 ലൈൻ ട്രാഫിക് വേണം. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നിരത്തുകളിലും ഏതാണ്ട് 6 അല്ലെങ്കിൽ 8 ലൈൻ ട്രാഫിക് വേണം. പക്ഷെ നമ്മുടെ നേതാക്കന്മാർ ഇടത് വലത് വ്യത്യാസമില്ലാതെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പം ഡൽഹി ചെന്ന് നിവേദനം കൊടുത്തു, ഞങ്ങൾക്ക് ഈ റോഡിന്റെ ഇത്രയൊന്നും വീതി വേണ്ട, ഞങ്ങൾക്ക് 40 മീറ്റർ മതി, 45 മീറ്റർ മതി എന്ന് പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കിയ രാഷ്ട്രീയ നേതൃത്വത്തിനും ഈ മരണത്തിന് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ റെന്റേ കാർ സിസ്റ്റം, റെന്റേ ക്യാബിൻ വാഹനങ്ങൾ മാത്രമേ രജിസ്റ്റേർഡ് ഓണർ അല്ലാത്തവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ വാഹനത്തിന് സ്വാഭാവികമായിട്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസേ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ആൾ മരിച്ചു പോയതിനു ശേഷം പണം കിട്ടിയിട്ട് കാര്യമില്ല എങ്കിൽ പോലും കോമ്പൻസേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയതായിരിക്കും. ഇപ്പൊ ഒരു സ്നേഹത്തിന്റെ പുറത്ത് ഇദ്ദേഹം ആ വാഹനം കൊടുത്തു, അദ്ദേഹത്തിന് വരാൻ പോകുന്ന ലൈബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റാത്ത വലിയ ലൈബിലിറ്റി വരാൻ പോകുക. എന്താ വെച്ചാൽ ഇൻഷുറൻസ് കമ്പനി 3-4 കാര്യങ്ങളിൽ ഒബ്ജക്ഷൻ പറയും. ഒന്ന്, അദ്ദേഹത്തിന്റെ ബ്ലഡ് റിലേഷനിലല്ല ഈ വാഹനം കൊടുത്തിരിക്കുന്നത്. 2, 6 പേർക്ക് അല്ല 7 പേർക്ക് കയറാവുന്ന വാഹനത്തിൽ 11 പേര് കയറി. ഈ 2 ഘടകങ്ങൾ കൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനി കൈമലർത്തും എന്നുള്ള കാര്യത്തിൽ ഇത് നമുക്ക് മറ്റുള്ളവർക്കൊക്കെ ഒരു പാഠമാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ, നമുക്ക് 2 വീലറിലൊക്കെ പോകുന്ന എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും ഒക്കെ പഠിക്കുന്ന മക്കളെ, അവർ നിങ്ങളെയൊക്കെ ഒരു എൻട്രൻസ് എക്സാം പാസ്സാക്കി നാളുകളിൽ നിങ്ങൾക്ക് MBBS കഴിഞ്ഞ് നിങ്ങളുടെ PG MD അല്ലെ MS ഒക്കെ അതിനുവരെ സീറ്റ് ബുക്ക് ചെയ്ത മാതാപിതാക്കളുടെ വീട്ടിലേക്ക് ആംബുലൻസിൽ മൃതദേഹവുമായിട്ട് ചെല്ലുന്നത് എന്നെ പോലെയുള്ള ആളുകൾക്കല്ല, ആ രക്തബന്ധത്തിലുള്ളവർക്കും താങ്ങാവുന്നതിൽ അപ്പുറമാണ്. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് അല്പം താമസിച്ചാൽ ചെല്ലുന്നെങ്കിൽ പോലും ചെല്ലാൻ കഴിയണം. ചില കുട്ടികളൊക്കെ പോകുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മരിച്ചറിയിച്ച് പോവാന്നൊക്കെ വഴിയിൽ നിന്ന് ആളുകൾ പറയുന്നത് കേൾക്കാം. അത് ആ പ്രായത്തിന്റെയാണ്. ഒരു 18 വയസ്സിൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പക്വതയൊക്കെ ആണെങ്കിൽ 10-25 വയസ്സാകും. പക്ഷെ ആ കാലഘട്ടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ടീം അല്ലെങ്കിൽ മോട്ടോർ ഡിപ്പാർട്ട്മെന്റും പോലീസും ഒക്കെ ഇവർക്ക് ബോധവൽക്കരണം കൊടുക്കുക തന്നെ വേണം. പിന്നെ ഈ വാഹന അപകടം ഉണ്ടായ സ്ഥലത്തെ ആ റോഡ് എഞ്ചിനീയറിംഗ് ആ ടീം അവിടെ ഒന്ന് പോയി പരിശോധിക്കണം. അവിടെ ഈ വെള്ളം കെട്ടിക്കിടക്കുകയായിരുന്നോ? ഈ വെള്ളം കെട്ടിക്കിടന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ റോഡ് എത്രമാത്രം വീതി കൂട്ടിയാലും അതിന് പ്രോപ്പറായിട്ടുള്ള ഓടയില്ലെങ്കിൽ ഈ മഴക്കാലത്ത് ആ വെള്ളം മുഴുവൻ റോഡിലോട്ട് തെറിച്ചു വീഴും. ചില വാഹനങ്ങളൊക്കെ ഓടിച്ചു പോകുമ്പോൾ കാണാം ആ തെറിച്ചു വീഴുന്ന വെള്ളം നേരെ ബോണറ്റിലോട്ട് തന്നെ വീണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നവന്റെ ശ്രദ്ധ പോലും മാറിപ്പോകുന്നത് പോലെ ഉണ്ടാവും. അപ്പം ഇക്കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു നമ്മുടെ ഒരു പരിജ്ഞാനം, ആ പരിജ്ഞാനം കിട്ടിയിട്ടില്ല ഈ പയ്യൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ വാഹനം ഓടിച്ച കുട്ടിക്ക് ഈ അപകടത്തിന് കാരണം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും
ഈ അപകടത്തിൽപ്പെട്ട കുട്ടികളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തീർച്ചയായും തുടർന്ന് അത് കുടുംബാംഗങ്ങളുടെ മാത്രം ദുഃഖവുമല്ല. കണ്ടു നിൽക്കുന്ന ഓരോരുത്തരും നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ മന്ത്രിമാരുൾപ്പെടെ വിങ്ങിപ്പൊട്ടിപ്പോകുന്നതാണ്. അത് കാണുന്ന ആർക്കും സഹിക്കാൻ പറ്റാത്തതല്ല. പക്ഷേ എത്രയെത്ര വീടുകൾ ഈ ദുഃഖം പേറുന്നുണ്ട്. നമ്മുടെ യുവാക്കളുടെ മരണത്തിനിടയാക്കുന്ന ഒരു പ്രധാന കാരണമായി തന്നെ നിരത്തുകളിലെ ഈ അപകടങ്ങൾ മാറിയിട്ട് കാലം എത്രയായി. പക്ഷേ അതിങ്ങനെ ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. റോഡ് സേഫ്റ്റി വിദഗ്ധൻ ഉപേന്ദ്രൻ നാരായണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഉപേന്ദ്രൻ നാരായണൻ, നമ്മളെപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ചകൾ നടത്തും. പക്ഷേ എല്ലാം പതിവ് പോലെ പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസവും എത്രയെത്ര ജീവനുകൾ. പക്ഷേ ഇത് കേരളത്തിനെ ആകെ ഉലയ്ക്കുന്ന മറ്റൊരു അപകടമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ യുവാക്കൾക്കിടയിൽ അവരുടെ ജീവൻ അപഹരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ റോഡ് അപകടങ്ങൾ മാറിയിരിക്കുകയാണ്. ഇവിടെ കൃത്യമായ പരിശീലനം ആ കുട്ടിക്കില്ല. പരിശീലനത്തിലെ കുറവ് ഈ അപകടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഒരു സാധാരണ വാഹനവുമല്ല, വലിയൊരു വാഹനമാണ്. അതിനുള്ള വൈദഗ്ധ്യമില്ല. അതിനപ്പുറം ആ വാഹനത്തിന് കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ വാഹനം നിരത്തിലൂടെ പോകുന്നത്. അപ്പോൾ ശരിയായ ബോധവൽക്കരണം ഇല്ലാത്തത് തന്നെയാണ്. വിദ്യാസമ്പന്നരാണ് അവർ, അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പാഞ്ഞതാണ്. 98% മാർക്കൊക്കെ മേടിച്ച് +2 പാസ്സായി, എൻട്രൻസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായ കുട്ടികൾ ഒക്കെയാണ് ഈ ദുരന്തത്തിൽപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ അവരുടെ ജീവന് വില കൽപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. നമ്മുടെ പാഠ്യപദ്ധതിയിലോ ഒന്നും അത് അവർക്ക് കിട്ടിയില്ല എന്ന് വേണ്ടേ നമ്മൾ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കും. താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. വിദ്യാലയങ്ങളിൽ മിനിമം ഹൈസ്കൂൾ ക്ലാസ്സുകളിലെങ്കിലും റോഡ് സുരക്ഷ ഒരു പാഠ്യവിഷയമാക്കണമെന്ന് കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഞാൻ സംസ്ഥാന റോഡ് സേഫ്റ്റി കൗൺസിലൊക്കെ മെമ്പറായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിമാരോടും ഗതാഗത മന്ത്രിമാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ സംസ്ഥാനത്തിൽ ഒരു പൈസ ചെലവില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അത് ആദ്യം കുറ്റപ്പെടുത്തൽ തന്നെയാണ്, അങ്ങനെ വെച്ചോ. പിന്നെ ഈ വാഹനത്തിന്റെ ടെക്നിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്, നമ്മളൊരു വാഹനം ഈ 11-12 പേരെ കയറ്റി ഓടിക്കാനുള്ള പ്രാപ്തി ഈ ഡ്രൈവർ, അദ്ദേഹം മരിച്ചിട്ടില്ല, അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ആ ഡ്രൈവർക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം ഒരു മാരുതി 800-ലോ അല്ലെങ്കിൽ മെർസിഡസ് ബെൻസിലോ 4-5 പേരെ കയറ്റിക്കൊണ്ടു പോകുന്ന മാതിരി അല്ല, ഒരു ടവേര മാതിരി 10-12 പേരെ കയറ്റിക്കൊണ്ട് ഓടുമ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റി, അതിന്റെ കൺട്രോള്, പിന്നെ പ്രീ മൺസൂൺ ചെക്ക്, അതായത് നമ്മൾ മഴക്കാലം എത്തുമ്പോൾ ചെയ്യേണ്ട 2-3 പ്രധാനപ്പെട്ട റീപ്ലേസ്മെന്റ് റോഡ് വർത്തി കണ്ടീഷൻ ആക്കാൻ ചെയ്യുന്ന, 1 ടയർ വിയർ, 2 വൈപ്പർ ബ്ലേഡ്സ്, പിന്നെ ലൈറ്റിംഗ് സിസ്റ്റം. ഇതൊക്കെ മിനിമം ആയിട്ട് ചെയ്യേണ്ടിയിരുന്നു ഇതിന്റെ ഉടമസ്ഥൻ. അദ്ദേഹം അത് കേൾക്കുന്നുണ്ടെങ്കിൽ അന്ന് അത് ബോധ്യപ്പെടുത്തി കുട്ടികളോട് നിങ്ങൾ എത്ര പേര് പോന്നു പറഞ്ഞിട്ട് ഇമാതിരി വാഹനം ഓടിച്ചിട്ടുണ്ടോ എന്ന് കൂടെ ചോദിക്കണമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം ഒരു ഡ്രൈവറെ ഈ വാഹനത്തിനോടുകൂടി കടത്തി വിടാമായിരുന്നു. കാര്യം ഒട്ടും പരിചയമില്ലാത്ത കൊച്ചു കുട്ടികൾക്ക് ഇതുമാതിരി 11 പേരെ കെട്ടിക്കൊണ്ട് പോകാനായിട്ട് ടവേറ വാഹനം കൊടുത്ത ഈ അദ്ദേഹത്തിന്റെ ഈ ഡ്രൈവർ ജീവിച്ചിരിക്കുന്ന മെഡിക്കോ സ്റ്റുഡന്റിന്റെ ജന്മത്തെ ഇതുമാതിരി ഒരു വണ്ടി ഓടിച്ച് കാണില്ല. പിന്നെ ആസ് എ ഡ്രൈവർ, ഞാനൊരു റേസിംഗ് ഡ്രൈവറാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മിനിമം കുറെ ഹവേഴ്സ് എടുക്കും നമ്മൾ ആ വാഹനം നമ്മളോടൊന്ന് യോജിച്ചു പോകാൻ. അതിന്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി, സ്റ്റോപ്പിംഗ് പവർ, പിന്നെ സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ കൗണ്ടർ ചെയ്യാനുള്ള മെത്തേഡ്സ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കില്ല. ഇതിപ്പോ ഇവർ 2 മാസത്തെ പഠനത്തിന് ശേഷം പരീക്ഷ എഴുതി ഫുൾ ലിബർട്ടി കിട്ടിയിട്ട് തിയേറ്ററിലേക്ക് പായുമായിരുന്നു. അപ്പോ ആ കുഞ്ഞു മനസ്സുകളിൽ എങ്ങനെങ്കിലും സിനിമ കാണണം എന്നുള്ള ഒരു അമിതാവേശം കൊണ്ട് റോഡിലെ എന്താ പറയുന്ന പ്രശ്നങ്ങൾ അവർ ശരിക്കും മനസ്സിലാക്കാതെ, റോഡ് ടെറൈൻ മനസ്സിലാക്കാതെ, കാര്യം നമ്മുടെ മുൻ ആർ ടി ഒ പറഞ്ഞ പോലെ തന്നെ റോഡിന്റെ ഉപരിതലത്തില് ഈ വാഹനവും ടാർ സർഫസുമായിട്ട് കോണ്ടാക്ട് ഇല്ല. വാഹനം വെള്ളത്തിന്റെ മുകളിൽ കൂടെയാണ് ഓടുന്നത്. അപ്പൊ ബ്രേക്ക് ചെയ്താൽ കിട്ടില്ല. ഇതൊക്കെ ഈ വാഹന ഉടമ ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതായിരുന്നു. ഏറ്റവും ബെസ്റ്റ് മറ്റൊരു ഡ്രൈവറെ ഏൽപ്പിച്ച് ഈ വാഹനം കൊടുക്കേണ്ടതായിരുന്നു. ഈ 5 പേരുടെ ജീവനും നമുക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നു. പിന്നത്തെ പ്രശ്നം, ആസ് എ ഡ്രൈവർ കിലോമീറ്ററുകളോളം രാത്രിയും പോലും ഓടിക്കുന്ന ഞാൻ മനസ്സിലാക്കിയത്, ഈ ഹെഡ്ലൈറ്റിന്റെ ഗ്ലെയർ, എതിരെ വന്ന KSRTC ബസിന്റെ കണ്ണ് അഞ്ചിപ്പിക്കുന്ന ഈ കുട്ടികൾ പാനിക് ആയിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ വിൻഡ്ഷീൽഡില്, ഫ്രണ്ട് വിൻഡ്ഷീൽഡില് അകത്ത് മിസ്റ്റ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
വൈപ്പർ ബ്ലേഡും ശരിയല്ല. അപ്പൊ വിസിബിലിറ്റി ഓൾമോസ്റ്റ് നില്ലായിട്ട് മാറി. പെട്ടെന്ന് ഹെഡ്ലൈറ്റ് KSRTCയുടെ കണ്ടപ്പോൾ പാനിക്കായി കാണും, ബ്രേക്ക് ഔട്ടി കാണും. അപ്പൊ വണ്ടി സ്ലൈഡ് ചെയ്ത്, പിന്നെ ഇതിന്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടാതെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്യുന്നതാണ് സസ്പെൻഷൻ. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഇതിന്റെ ഷോക്ക് അബ്സർവർ ഒരു സൈഡിൽ വീക്ക് ആണെങ്കിൽ ആ സൈഡ് വലിച്ചുകൊണ്ട് പോകും. ഇങ്ങനൊക്കെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്. പിന്നെ റോഡിലെ മര്യാദ എന്ന് പറഞ്ഞ് ഇടദോഷം ചേർന്ന് പോകുന്നതാണ്. ഒരു വാഹനം പോലും, ഹെവി വാഹനങ്ങൾ ഒന്നുപോലും കേരളത്തിൽ ഇടദോഷം ചേർന്ന് പോകില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കൂടി വരുമ്പോഴാണ് ഈ 5 പേരുടെ ഡെത്ത് ഉണ്ടായത്. ഇത് തടയാൻ പറ്റുമായിരുന്നു ഈ വാഹനത്തിന്റെ ഉടമ മാത്രം വിചാരിച്ചിരുന്നെങ്കിൽ. ഇത്ര പരിചയക്കുറവുള്ള കുട്ടികൾക്ക് ഈ വാഹനം ഓടിക്കാൻ കൊടുക്കരുതായിരുന്നു. തീർച്ചയായും വാഹന ഉടമ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹം മാനസികമായി പല മാധ്യമപ്രവർത്തകരോടും ചോദിക്കുമ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കും എന്ന സ്വപ്നത്തിൽ പോലും കരുതാതെയാണ് ആ വാഹനം കൈമാറിയത്. അവർക്കൊരു സഹായമാകട്ടെ എന്ന് കരുതി. പക്ഷേ തീർച്ചയായും അദ്ദേഹത്തിന് മനോവ്യഥയുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്താം, മറ്റ് അതിഥികളിലേക്കും എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ഷമീൽ ഖാൻ, ഇവിടെ നേരത്തെ ഡിജോ കാപ്പൻ സൂചിപ്പിച്ചു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യം. തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണുള്ളതെങ്കിൽ താങ്കൾക്കുണ്ടാകാൻ പോകുന്ന ഭീമമായ ബാധ്യതയെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ആ രീതിയിൽ ഒരാശങ്കയുണ്ടോ? ഇപ്പോൾ ഉപേന്ദ്രനാരായണൻ പറഞ്ഞു നിർത്തുന്നത് താങ്കൾ ഒരു നോ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ അപകടം ഉണ്ടാകില്ല എന്നതാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ മാക്സിമം വണ്ടി കൊടുക്കാതിരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് ചോദിച്ചപ്പോൾ. പിന്നെ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ആ വണ്ടിയെല്ലാം ഓടിക്കുന്നതാണ്, ഞങ്ങളുടെ വീട്ടിൽ താർ ജീപ്പും ഫോർച്യൂണറൊക്കെ ഉള്ളതാണ്, എല്ലാ വണ്ടിയും അവനെ ഓടിക്കുന്നതാണ്, എനിക്ക് ധൈര്യത്തെ കൊടുത്തു വിട്ടോ എന്ന് പറഞ്ഞു. ആ ഒരു സമാധാനത്തിലാണ് വണ്ടി കൊടുത്തു വിട്ടത്. അല്ല, ഈ കുട്ടികൾക്ക് 18, 19, 20 മുകളിൽ പ്രായമുള്ള ഒരു കുട്ടി പോലും ഇല്ല ഈ സംഘത്തിലെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് പരിശീലനമുണ്ടോ, കൈകാര്യം ചെയ്യാൻ അറിയുമോ, അങ്ങനെയൊന്നും താങ്കൾക്കൊരാശങ്ക തോന്നിയിരുന്നില്ലേ? എൻ്റെ നിന്ന് വണ്ടി എടുത്തത് മുഹമ്മദ് ജബ്ബാർ എന്ന് പറഞ്ഞ പാർട്ടിയാണ്, പയ്യനാ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. കുട്ടിയല്ല പക്ഷെ വാഹനം ഓടിച്ചത്. അവൻ്റെ വീട്ടിൽ വണ്ടി ഉണ്ടെന്നും അവൻ ഈ വണ്ടിയെല്ലാം അവൻ ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പോൾ 6 പേരെ പോകുന്നുള്ളതെന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോയത്. വേറൊരാൾ മാറി ഓടിക്കുമെന്നുള്ളത് ഞാൻ അറിയുന്നില്ലല്ലോ. ഈ വണ്ടി താങ്കളിൽ നിന്ന് എടുത്തയാൾക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു എന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു അല്ലേ? അതെ, വണ്ടി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതൊക്കെ നല്ല രീതിയിൽ എടുത്തുകൊണ്ട് പോയത്. ഈ ഇൻഷുറൻസിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നുവല്ലോ, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണോ വണ്ടിക്കുള്ളത്? അതെ, തേർഡ് പാർട്ടിയാണ്. ആശങ്കയുണ്ടോ? കാരണം അപകടം പറ്റുമെന്നുള്ള ചിന്തയല്ലല്ലോ തേർഡ് പാർട്ടി എടുക്കുന്നത്. തേർഡ് പാർട്ടി ആയതുകൊണ്ട് ഒരു ആശങ്കയുണ്ട്. സംസാരിച്ചിരുന്നോ ഇൻഷുറൻസ് കമ്പനിയായി മറ്റോ സംസാരിച്ചിരുന്നോ ഇതിനോടകം? ഏതാ? ഇൻഷുറൻസ് കമ്പനി അധികൃതരുമായി സംസാരിച്ചിരുന്നോ? ഇല്ലില്ല, സംസാരിച്ചിട്ടില്ല. അതിനുശേഷം മുഹമ്മദ് ജബ്ബാറിന്റെ സഹോദരനോ അവരൊക്കെ വലിയ വിഷമത്തിലായിരിക്കും. ആരെങ്കിലും വിളിച്ചിരുന്നോ? ബന്ധുക്കൾ, കുട്ടികളുടെ ബന്ധുക്കൾ ആരെങ്കിലും താങ്കളെ കോൺടാക്ട് ചെയ്തിരുന്നോ? ഇല്ല, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അളിയനുമായിട്ട് ഒരു ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ മരിച്ചവരുമായിട്ടുള്ള രീതിയിൽ അവരുമായിട്ട് ഈ വാഹനമായിട്ടുള്ള രീതിയിൽ ബന്ധപ്പെട്ടിട്ടില്ല. ഈ നമുക്ക് ഈ ആക്സിഡന്റിന്റെ CCTV ദൃശ്യങ്ങളിൽ കാണാം. ആ പിള്ളേർ മരിച്ചാൽ പറഞ്ഞോളൂ. ഞാൻ കണ്ടായിരുന്നു. ഞാൻ CCTV ദൃശ്യം ഞാൻ കണ്ടിരുന്നു. താങ്കൾ പറഞ്ഞു വന്നത് പൂർത്തിയാക്കിക്കോളൂ. കുട്ടികളുടെ ബന്ധുക്കൾ കുട്ടികളുടെ ബന്ധുക്കൾ എൻ്റെ അളിയനുമായിട്ട് വണ്ടാനം ഹോസ്പിറ്റലിലൊക്കെ വന്ന് അവരുമായിട്ടൊക്കെ സംസാരിച്ചു.
ഓക്കെ. ഈ മുഹമ്മദ് ജബ്ബാർ എന്ന് പറഞ്ഞ കുട്ടിയുടെ ആൾക്കാർ. ഈ വാഹനത്തിൻ്റെ ഇടതുഭാഗത്തെ 2 ഡോറുകൾ, ആ ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ആ ബോഡി അങ്ങനെ വീക്കായിരുന്നോ? വാഹനത്തിൻ്റെ ബോഡി വീക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? മാത്രവുമല്ല, ഈ ഗ്ലാസിൽ ലൈറ്റ് അടിക്കുമ്പോൾ, പഴക്കമുള്ള ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഏത് വാഹനമാണ് വരുന്നതെന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് പറയുന്നു. അങ്ങനെ ക്ലാരിറ്റി കുറവുണ്ടോ? ഉണ്ടായിരുന്നോ? താങ്കൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എ സി ഒക്കെ നല്ല വർക്കിംഗ് ആണ്. എ സി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗ്ലാസ്സൊക്കെ നീറ്റാകും മഴയത്താണെങ്കിലും. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സജിത്ത്, ഇവിടെ ഇപ്പോൾ നമ്മൾ റോഡ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ നമ്മുടെ നിരത്തുകൾ സുരക്ഷിതമല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ എത്ര സൂക്ഷിക്കുന്നോ അത്രയും നമുക്ക് അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. പക്ഷേ ചിലപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ അപകടങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ആഴ്ച നാട്ടികയിലുണ്ടായ അപകടം നമ്മൾ കണ്ടതാണ്. കണ്ണൂരിൽ നിന്ന് യാത്ര തുടങ്ങിയവർ, ഡ്രൈവർ മദ്യപിച്ച് ഉറങ്ങുന്നു, കണ്ടക്ടർ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നു. അത് കൃത്യമായ സിഗ്നലുകൾ ഇല്ലാതെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൽ കൂടി ഓടിച്ച് അവിടെ അന്തിയുറങ്ങിയവ ജീവനുകൾ കവരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൃത്യമായ പരിശോധനകൾ നമ്മളുടെ നിരത്തുകളിൽ നടക്കുന്നില്ല. കൃത്യമായ വൈദ്യുതി വിളക്കുകളോ ക്രമീകരണങ്ങളോ സിഗ്നലുകളോ നമ്മളുടെ റോഡുകളിലില്ല. ഇതൊക്കെ ഈ അപകടത്തിൻ്റെ, പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രധാന ഘടകമാണ്. എത്ര പറഞ്ഞാലും അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയല്ലേ കേരളത്തിൽ അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുന്നതിനും അപകട മരണനിരക്ക് നമ്മുടെ രാജ്യത്ത് കൂടുതലാണ്, നമ്മുടെ സംസ്ഥാനത്തും ആ നിലയിൽ തന്നെ കൂടി നിൽക്കുന്നതിനും പ്രധാന കാരണം. ശരിയാണ്. എന്നാൽ റോഡ് അപകടം നിരക്ക് അല്ലെങ്കിൽ റോഡ് അപകടത്തിനകത്ത് ഇരയായി മരണപ്പെടുന്ന ആൾക്കാരെ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, റോഡ് സുരക്ഷ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വളരെ ശക്തമായിട്ടുള്ള നിയമങ്ങളും സെക്ഷനുകളും ഒക്കെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലും, വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് അതിനെ സംബന്ധിച്ചുള്ള ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള റെഗുലേഷൻസ് അത് 2017 പുതുക്കി. അതുപോലെ തന്നെ പല ആക്ടിലെ പല പ്രൊവിഷനുകളും 2019 പുതുക്കി. ഈ 2010 ഈ വാഹനം, ഇത് ടവേറ എന്ന് പറയുന്ന വാഹനം കൂടുതലും ടാക്സി വാഹനമായിട്ടാണ് രജിസ്റ്റർ ചെയ്യാറുള്ളത്. പക്ഷെ ചില പ്രത്യേക ആൾക്കാർ, എനിക്ക് ഒരു വാഹനം കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള സാമ്പത്തിക ശേഷി ഉണ്ട്, അല്ലാത്ത 6 സീറ്റ് വരെയുള്ള ഒരു മോട്ടോർ കാർ എന്ന് പറഞ്ഞ സെക്ഷനിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോ മോട്ടോർ കാർ കൂടുതൽ സീറ്റാണ് 7 സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത്തരം ഉടമയ്ക്ക് പിന്നെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെന്നും ഞാൻ ഈ വാഹനം എന്റെയും എന്റെ കുടുംബത്തിന്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ, അങ്ങനെ അല്ലാതെ കണ്ടുപിടിക്കപ്പെട്ടാൽ ഞാൻ നടപടിക്ക് പിന്നെ ഉത്തരവാദിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് സത്യവാങ്മൂലം സ്റ്റാമ്പ് പേപ്പറിലൊക്കെ എഴുതി കൊടുത്തിട്ടാണ് ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് ഇത്തരത്തിൽ 7 സീറ്റർ വാഹനം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഒരാള് ഹയറിനോ റിവാർഡിനോ വണ്ടി കൊടുക്കാൻ പാടില്ല. ഹയർ അല്ലാന്ന് ഇദ്ദേഹം പറയുന്നു. ഇപ്പം ഹയറിനല്ലെങ്കിൽ പോലും പിന്നെ ഉപകാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരു ഉടമ അങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്, മറ്റൊരാളുടെ പർപ്പസിന് വേണ്ടിയിട്ട് വണ്ടി കൊടുക്കാനായിട്ട് പാടില്ല തന്നെയാണ്. അപ്പൊ നിയമങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എൻഫോഴ്സ്മെന്റിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിനകത്ത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് നമുക്ക് ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ആ കാര്യങ്ങൾക്ക് നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 6 ലൈൻ ട്രാഫിക്കും അതുപോലെ തന്നെ 4 ലൈൻ ട്രാഫിക്കിന്റെ ഒരുപാട് NH-66 അത് ഒരുപാട് ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഇതിനകത്ത് ചില സ്ഥലങ്ങളിൽ ട്രാഫിക് ലൈറ്റുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് എഞ്ചിനീയറിംഗ് പ്രകാരം ഇത്തരം ജംഗ്ഷനുകളൊക്കെ തന്നെ കുറച്ചുകൂടി സ്പീഡ് കുറക്കുന്ന രൂപത്തില് ചില എഞ്ചിനീയറിംഗ് മെഷേഴ്സ് എടുത്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഡൈവേർട്ട് ചെയ്തൊക്കെ വരുത്തിക്കാനായിട്ട് പറ്റും. എന്തായാലും ശരി, ആൾക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ മിനിമം ആ വണ്ടിയുടെ കൺട്രോള് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യത്തിന് മാത്രം വെച്ചിട്ടാണ്, സ്കില്ല് വെച്ചിട്ടാണ് ലൈസൻസ് കൊടുക്കുന്നത്. പക്ഷെ അതിനുശേഷം ഒരുപാട് കണ്ടീഷനുണ്ട്. ഇപ്പൊ നൈറ്റ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ല് വേണ്ടതാണ്. അതിനകത്ത് ലൈറ്റുകളുടെ ഡിമ്മും ബ്രൈറ്റും, എതിർ സൈഡിൽ നിന്നുള്ള ലൈറ്റ് വരുമ്പോഴത്തേക്കും എന്തൊക്കെയാവും. അതുപോലെ തന്നെ മഴക്കാലം,
വെതർ കണ്ടീഷനും അനുസരിച്ചിട്ട് ആ മഴക്കാലത്ത് ഈ പറഞ്ഞ പോലത്തെ പിന്നെ അകത്തുള്ള പിന്നെ ഗ്ലാസിനകത്ത് ഈ ഇതൊക്കെ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ AC അതിന്റെ ഗ്ലാസ്സിലേക്ക് അടിക്കുന്ന രൂപത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ആ വാഹനവുമായിട്ട് ആ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അതിനകത്ത് പിന്നെ ഡ്രൈവറായിട്ടുള്ള പെർഫോം ചെയ്തിരുന്നയാള് അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപത്തിൽ ഇത് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത് പ്രയോഗിക്കുന്നതിനകത്ത് വന്നിട്ടുള്ള ഒരു വീഴ്ച ധാരാളമായിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ കൂടുതലും നമുക്ക് ഒരാളെ വണ്ടി നിർത്തി പരിശോധിക്കുമ്പോഴത്തേക്കും അവര് ഒരു അതിനകത്തൊരു നമ്മുടെ പൊതുസമൂഹം എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ എതിർക്കുകയാണ്. അതുകൊണ്ടാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഇപ്പോ അവരെ തടഞ്ഞു നിർത്താതെ ഫോട്ടോ എടുത്തുകൊണ്ട് ഉള്ള എൻഫോഴ്സ്മെന്റിലേക്ക് പോകുന്നത്. ക്യാമറകളുടെ ഒക്കെ ഉപയോഗമുണ്ട്. പക്ഷെ ഇപ്പൊ റോഡ് വൈഡനിങ്ങിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള ക്യാമറകൾ പിന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ക്യാമറ അയച്ച കേസിനകത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് ഓണറുടെ രജിസ്റ്റേർഡ് നമ്പറിലേക്കായിരിക്കും നോട്ടീസ് അല്ലെങ്കിൽ ഈ പിന്നെ മെസ്സേജ് പോകുന്നത്. അപ്പൊ ചിലപ്പോ അത് കിട്ടിക്കാണത്തില്ല. അപ്പൊ അങ്ങനെ കിട്ടിക്കാണാത്തത് കൊണ്ട് ഇപ്പൊ ഓവർ സ്പീഡ് തന്നെ ഒരിക്കൽ പിടിച്ച വണ്ടിയാണെങ്കിൽ രണ്ടാമത് ഓവർ സ്പീഡ് അടിക്കുമ്പോഴത്തേക്ക് അത് റിപ്പീറ്റഡ് ആണ്. അപ്പൊ അതിനകത്ത് പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലായിട്ടുള്ള ചില ഇതൊക്കെ കൊണ്ട് അതിനകത്ത് പിന്നെ സഡനായിട്ടൊരു ആക്ഷൻ അത് വേണം. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെഹിക്കിൾ ഉപയോഗിച്ചുള്ള ചെക്കിങ്. ആ വെഹിക്കിൾ ചെക്കിങ്ങിന് വേണ്ടിയുള്ള വാഹനങ്ങൾ വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ 15 വർഷക്കാലത്തിന്റെ ആ ഒരു ഇതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനങ്ങൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എൻഫോഴ്സ്മെന്റ് നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. പക്ഷെ അതോടൊപ്പം തന്നെ ഓരോരുത്തരും ആ ഡിഫറന്റ് ഡ്രൈവിംഗ് ഹാബിറ്റുകളും സിറ്റുവേഷൻ അനുസരിച്ച് ആ ചലഞ്ചിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തില് നമ്മൾ മാറിയെങ്കിൽ മാത്രമേ ഇത്തരം അപകടങ്ങൾ. ശരി, നമുക്ക് നമ്മുടെ സുരക്ഷ പ്രധാനമെന്ന് വരുമ്പോൾ അതിനെ കരുതാൻ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ പ്രധാനമായ ശ്രമം ഉണ്ടാകണമെന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഞാൻ മറ്റതിഥികളിലേക്ക് എത്താം, ഒരിടവേള കൂടി. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ഡിജോ കാപ്പൻ, താങ്കൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, നമ്മളുടെ വാഹനങ്ങൾ പെരുകുന്നതിനനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റം സംഭവിക്കുന്നില്ല നമ്മുടെ കാര്യത്തിൽ. അവിടെ നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാണുന്നത് ദേശീയപാത വികസനമാണ്. പക്ഷേ വർഷങ്ങളെടുക്കുന്ന പ്രോസസ്സാണ്. അവിടെ റോഡുകൾ കുത്തിപ്പൊളിച്ചിടുമ്പോൾ മനുഷ്യജീവന് ഒരു വിലയും നൽകാത്ത തരത്തിൽ എത്രയെത്ര അപകടങ്ങൾ സംഭവിക്കുന്നു. കൃത്യമായി എന്താണ് അവിടെ സംഭവിക്കുന്നത്, എവിടെയാണ് ഡീവിയേഷൻ, എവിടെയാണ് വലിയ ആഴത്തിലുള്ള കുഴികളുള്ളത്, അങ്ങനെയൊന്നുമുള്ള ഒരു മുന്നറിയിപ്പുമില്ല. വലിയ കുഴികൾ എടുത്തിട്ടിരിക്കുന്നിടത്തൊക്കെ തന്നെയും കൃത്യമായ മുന്നറിയിപ്പുകളില്ലാതെ വാഹനങ്ങൾ പെട്ടുപോകുന്നതും മരണം സംഭവിക്കുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. നാട്ടികയിലും കൃത്യമായി അവിടെ ഇൻഡിക്കേറ്റർ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് പര്യാപ്തമായിരുന്നില്ല. അതുമായി ബന്ധപ്പെടുത്തി മാധ്യമങ്ങൾ നടത്തിയ പരിശോധനകളിൽ നിരവധി സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള വലിയ അനാസ്ഥകൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ മനുഷ്യജീവന് യാതൊരു വിലയുമില്ല. ഒരു പരിഷ്കരണം ഇവിടെ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ സംവിധാനം വരുന്നു, അതുവരെ ജനങ്ങൾ അനുഭവിച്ചോളൂ, നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന തരത്തിൽ മനുഷ്യജീവന് ഒരു വിലയും നൽകാത്ത രീതിയിലാണോ നമ്മുടെ സംവിധാനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്? അതല്ലോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചേർത്തല റോഡ് പണിത് അവിടെ വാഹനങ്ങൾ യാതൊരു മര്യാദയില്ലാതെ തിരിച്ചുവിട്ടതിനെതിരെ കോടതി തന്നെ നേരിട്ട് ഇടപെടേണ്ട ഒരു സ്ഥിതിയിലോട്ടുണ്ടായി. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു, കേരളത്തിലെ ഓടയിൽ വീണ് ഒരു സ്ത്രീ മരിച്ചു. എന്താന്ന് വെച്ചാൽ ഓടയ്ക്ക് സ്ലാബില്ലായിരുന്നു. അപ്പൊ ഇക്കാര്യങ്ങളിലൊക്കെ സത്യത്തിൽ അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കൊലക്കുറ്റത്തിന് പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കണം. ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച മോട്ടോർ വാഹന RTO ബഹുമാനപ്പെട്ട സജിത്തും ഉപേന്ദ്രനാരായണൻ ഈ ലൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഡിമ്മും ബ്രൈറ്റും അടിക്കുന്നില്ല, അല്ലെങ്കിൽ ലൈറ്റിന്റെ വിസിബിലിറ്റിയെ കുറിച്ച് ഇവര് സംസാരിച്ചു. എന്നെ സംബന്ധിച്ച് എന്റെ ഒരു അനുഭവത്തില് ഒരു 35-40 കൊല്ലം മുമ്പ് ഒക്കെ റോഡിലെ രാത്രി കാലങ്ങളിൽ വണ്ടിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡിമ്മും ബ്രൈറ്റും ചെക്ക് ചെയ്യാനായിട്ട് തന്നെ പോലീസും മോട്ടോർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഇന്ന് ടെക്നോളജി അത്രയും ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ മുമ്പേ ഡിമ്മടിക്കുന്നുണ്ടോ, വളവിൽ നിന്ന് വിളിച്ച് വാക്കി ടോക്കി പറയും, ഇന്ന വണ്ടി ഡിമ്മടിക്കാതെ വന്നിരിക്കുന്നതെന്ന് പറയും. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അവർ ഡിമ്മടിക്കുന്നോന്നില്ലേ, ഫുൾ ടൈം ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയാണ് യാത്ര. അതെ, ഇന്നത്തെ ലൈറ്റ് പോലെയല്ല, അന്നൊക്കെ ഇത്രയും പവർഫുൾ ലൈറ്റ് അല്ല. ഇന്ന് കണ്ണ് വഞ്ചിക്കുന്ന ലൈറ്റുകളാണ് വരുന്നത്. അതിനിപ്പോ ഓട്ടോമാറ്റിക് ഡിവൈസ് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സത്യത്തില്
അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പൊ ഈ പ്രത്യേകിച്ച് 2 വീലർ യാത്രക്കാർ എപ്പോഴും പറയുന്നത് അവരെപ്പോഴും അപകടത്തിൽപ്പെടുന്നത്, പ്രത്യേകിച്ച് ഈ ലക്ഷറി കോച്ച് ബസ്സൊക്കെ ഇങ്ങ് വരുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് സഞ്ചരിക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് വരുന്നത് പോലെയാണ്. അതൊക്കെ നിയമവിരുദ്ധമായിട്ടാണ് ആ വണ്ടികളെല്ലാം ഓടുന്നത്. അതിനകത്താണെങ്കിൽ സൗണ്ട് സിസ്റ്റം അതൊക്കെ അനുവദനീയമേ അല്ല. പക്ഷേ ഇതൊന്നും എൻഫോഴ്സ്മെന്റ് ഇവിടെ വളരെ വീക്കാ. ബഹുമാനപ്പെട്ട RTO മുൻ RTO ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴാണ് അദ്ദേഹം സർവീസിലുണ്ടായിരുന്ന പറയുകയല്ലായിരുന്നു, ഇവിടെ എൻഫോഴ്സ്മെന്റ് വളരെ വീക്കാ. അതായത് പണ്ടൊക്കെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാര് എൻഫോഴ്സ്മെന്റ് RTO എന്ന തസ്തിക അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് MVI എന്ന തസ്തിക ഇല്ലാതിരുന്ന കാലത്ത് ആഴ്ചയിൽ 1 അല്ലെ 2 ദിവസമൊക്കെ റോഡിലിറങ്ങി വാഹനം ചെക്ക് ചെയ്യുമായിരുന്നു. ഇപ്പം അതിനുവേണ്ടി തന്നെ വിങ്ങുണ്ടാക്കിയിട്ടും ഇപ്പൊ അദ്ദേഹം അതിന്റെ സത്യം പറഞ്ഞു, റോഡിലിറങ്ങാൻ വാഹനങ്ങളില്ല എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം, 15 കൊല്ലത്തെ അഡ്വാൻസ് ടാക്സ് ആണ് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. പ്രത്യേകിച്ച് 2 വീലറൊക്കെ 15 കൊല്ലം ഒന്നും ലൈഫ് പോലും ഇല്ല. 10 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്റെ വാഹനം പൊളിച്ചു അല്ലെ പൊളിക്കണമെന്ന് അപേക്ഷ കൊടുക്കുമ്പോൾ ഈ 5 കൊല്ലത്തെ ടാക്സ് പോലും തിരിച്ചു തരികയാണ്. എനിക്ക് തോന്നുന്നത് സെൽ ടാക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇപ്പൊ വാറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം മോട്ടോർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് കിട്ടുന്നത്. അത് അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. അവിടെ ചെക്കിങ്ങിന് വാഹനം പോലും മേടിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ എന്തൊരു അനീതിയെ കാണിക്കുന്നത് കേരളത്തിലെ ഈ വാഹന ഉടമകളോട്. അവരുടെ സുരക്ഷിതത്വത്തിന് ഇത്രേ വിലയുള്ളൂ. ഉദ്യോഗസ്ഥന്മാരെ എടുത്തു വെച്ചിട്ട് അവർക്ക് സഞ്ചരിക്കാനുള്ള വാഹനം അവരുടെ ബസ്സേ കയറിപ്പോയി റോഡ് ചെക്ക് ചെയ്യാൻ പറയാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ സ്റ്റാറ്റസിലുള്ള ഉദ്യോഗസ്ഥന്മാരോട് ബസ്സിന് കയറി ഇറങ്ങിപ്പോയി റോഡ് ചെക്ക് ചെയ്യാൻ, വാഹനങ്ങൾ ചെക്ക് ചെയ്യാൻ പറയുന്നത് തന്നെ ശരിയല്ല. അപ്പം ഗവൺമെന്റ് ഇക്കാര്യത്തിലൊക്കെ ചില കാര്യങ്ങളിലൊക്കെ അമിതമായ ധൂർത്ത് നടത്തുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളിൽ പണം ചെലവഴിക്കാത്തത് തന്നെയാണ് ഈ അപകടങ്ങൾ വരുത്തി വെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും കൂടുതൽ ആളുകൾ കേരളത്തിൽ റോഡ് അപകടങ്ങളിൽ മരിക്കാതിരിക്കാൻ കർശന നടപടികൾ ഉണ്ടാകണം. അത് AI ക്യാമറ വെച്ച് പെനാൽറ്റി പിടിച്ചതുകൊണ്ട് മാത്രമല്ല, എന്റെ അഭിപ്രായത്തിൽ പെനാൽറ്റിയേക്കാൾ കൂടുതൽ ഈ ചില ഇടത്ത് മാതൃകാപരമായ ചില ശിക്ഷാ നടപടികൾ നടത്തുന്നുണ്ട്. അതായത് അവിടെ പോയി ജില്ലാ ആശുപത്രിയുടെ പരിസരം ശുചീകരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല ചെറുപ്പക്കാരായ ആളുകളും അവർക്ക് 500 രൂപ 1000 രൂപ പ്രശ്നമല്ലെങ്കിൽ പോലും അങ്ങനത്തെ ജോലി പോയി ചെയ്യാൻ അവരൊക്കെ വിമുഖതയുള്ളത് കൊണ്ട് വളരെ സൂക്ഷിച്ച് അവരുടെ മാതാപിതാക്കളോടൊപ്പം ഭാവിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടും. അതുകൊണ്ട് കേരളത്തിലെ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരായ മക്കളോട് ഞാൻ കാല് പിടിച്ച് പറയുകയാണ്, ഒരു 60 കിലോമീറ്ററിന് മുകളിൽ നിങ്ങൾ ഈ സ്കൂട്ടറിൽ പായരുത്, 2 വീലറെ പായരുത് എന്നാണ് വളരെ താഴ്ന്ന സ്വരത്തിൽ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ശ്രീ ഉപേന്ദ്രനാരായണൻ, ആഗോളതലത്തിൽ തന്നെ അപകട നിരക്കുകൾ കുറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് അത് 15% വർദ്ധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. 2021-23 കാലഘട്ടത്തിൽ 474 മരണം ശരാശരി ഒരു ദിവസം ഉണ്ടാകുന്നു. അതായത് 3 മിനിറ്റിൽ ഒരു മരണം എന്ന നിലയിൽ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുകയാണ്. അതിൽ നിന്ന് വിഭിന്നമല്ല നമ്മുടെ സംസ്ഥാനവും. ഒരു വഴിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും വാഹനം ഓടിച്ച ആളുകളെ മരിക്കാൻ വിടുന്ന സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ഈ അപകടത്തിന് വഴിവെക്കുന്നത് കെയർലെസ് ഡ്രൈവിംഗ് ആണ്. അപ്പോൾ നമ്മുടെ സംവിധാനം ഇതാണെന്നിരിക്കെ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നത് നമ്മുടെ ഡ്രൈവിങ്ങിനെ സേഫ് ആക്കുക എന്നതുകൊണ്ടാണ്. നമ്മുടെ ഡ്രൈവിംഗ് സംസ്കാരം മാറേണ്ടതല്ലേ? അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതല്ലേ? മറ്റ് സംവിധാനങ്ങൾ മാറുന്നത് എത്ര കാലമെടുത്ത് അല്ലെങ്കിൽ അതിന് സാധ്യമാകുമോ എന്നറിയാത്ത കാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയുക ആ ഡ്രൈവിംഗ് സംസ്കാരത്തിലേക്ക് എത്താൻ എന്താണ് മാർഗമുള്ളത്? ഒരു SUV കിട്ടിയാൽ പിന്നെ അതിൽ പറക്കാം, എന്തുമാകാം എന്ന് ചിന്തിക്കുന്നവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് നമ്മൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് വാഹനങ്ങൾ ഉണ്ടാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രീതിയിലേക്ക് നാം വളർന്നിട്ടുണ്ട്. പക്ഷേ റോഡുകൾ ഇപ്പൊ നമുക്ക് ദേശീയപാത, 4 വരിപ്പാത, 6 വരിപ്പാതയൊക്കെ പണിയുന്ന സമയത്ത് റോഡ് ടെറൈൻ ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ആവും. അപ്പൊ അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള വാർണിംഗ് ബ്ലിങ്കറുകളോ സൈൻ ബോർഡുകളോ റിബൺസോ ഒന്നും തന്നെ ഇല്ലാത്തത് മൂലം പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. കൂടാതെ 4 വരിപ്പാത പോലെയുള്ള മൾട്ടി ലൈൻ ട്രാഫിക്കിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളത് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇപ്പോൾ ഈ അപകടം ഉണ്ടായ ഒരു 2 ലൈൻ ട്രാഫിക്കിലാണ്, 2 വേ എന്ന് വെച്ചാൽ ഒരു വാഹനം അങ്ങോട്ട് പോകുമ്പോൾ ഒരു വാഹനം ഇങ്ങോട്ട് വരും. ആക്സിഡന്റ് റേറ്റ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വേ ആണ് 2 വേ. അതേസമയം ഇതിപ്പോ 4 ലൈൻ മൾട്ടി ലൈൻ ട്രാഫിക് എന്ന് വെച്ചാൽ 1 വേ ആണ്. ഇത്തരം 1 വേ ലൈനുകൾ, റോഡുകൾ, എക്സ്പ്രസ് ഹൈവേകളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ കൊല്ലം 1,78,000 പേരാണ് പൊതുനിരത്തുകളിൽ ഇന്ത്യ മഹാരാജ്യത്ത് മരിച്ചത്. ഇന്ത്യ സ്റ്റാൻഡ്സ് നമ്പർ 1 ഇൻ റോഡ് ഡെത്ത്സ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഫിനാൻഷ്യൽ ലോസ് എന്ന് പറയുന്നത് 7% നമ്മുടെ GDP-യുടെ
7% ഇത്തരം മരണങ്ങൾക്കും അപകടങ്ങൾക്കും തേർഡ് പാർട്ടി നഷ്ടങ്ങൾക്കും കൊളാറ്ററൽ ഡാമേജസിനുമായിട്ട് ഇൻഷുറൻസ് കമ്പനീസ് കൊടുക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതൊരു സീരിയസ് വിഷയമായിട്ട് ഏറ്റെടുത്തിട്ടേ ഇല്ല. അതാണ് ആദ്യത്തെ കുറ്റം. രണ്ടാമത്തെ കുറ്റം, നമ്മുടെ സ്റ്റേറ്റ് തന്നെ നമുക്കൊരു റോഡ് സേഫ്റ്റി കമ്മീഷണർ പദവിയുണ്ട്, പക്ഷെ ആളില്ല. IG ട്രാഫിക് എന്നുള്ള പദവി ഉണ്ടാക്കിയിട്ടുണ്ട്, ആളില്ല. എൻഫോഴ്സ്മെന്റിന് ഉദ്യോഗസ്ഥന്മാരുണ്ട്, വാഹനങ്ങളില്ല. അപ്പോ ഈ പരാധീനതകളൊക്കെ നമ്മൾ മാറ്റി നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെങ്കിൽ നാം ഓരോരുത്തരും, പ്രത്യേകിച്ച് MLA-മാര് നിയമസഭയിൽ സംസാരിക്കണം, MP-മാര് പാർലമെന്റിൽ ഒച്ചപ്പാടുണ്ടാക്കണം. പല കാര്യത്തിനും അവർ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. രാഷ്ട്രീയം മറന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെയും, നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല പൊതുനിരത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ഇപ്പൊ ഞാനും എൻ്റെ വൈഫും, ഞാൻ പറയും എൻ്റെ വൈഫിനോട്, ഒരിക്കലും പൊതുനിരത്തിലേക്ക് പോകരുത്, നടക്കരുത്. കാര്യം എല്ലാ കിലോമീറ്ററിലും ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ കൊല്ലം, ഈ കൊല്ലമൊക്കെ ആയിട്ട്. അപ്പൊ റോഡ് എന്ന് പറയുന്നത് ലോട്ട് ഓഫ് അൺസർട്ടണിറ്റി ആണ്. ഏത് ഭാഗത്തുനിന്നും വാഹനം വരാം. ഈ വാഹനം ഓടിച്ച പയ്യനെ മാതിരി ആയിരക്കണക്കിന് പയ്യന്മാര് തന്നെ കൊണ്ടാവാത്ത വാഹനങ്ങൾ ഓടിച്ച് അലക്ഷ്യമായി റെക്ലെസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ അപകട ഭീതി മാറ്റാനായിട്ട് സർക്കാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടണം. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ റോഡ് സുരക്ഷാ കൗൺസിൽ വരുന്നത്. അത് പോയിട്ട് കഴിഞ്ഞ 8 കൊല്ലമായിട്ട് പോയിട്ടുണ്ട്. അത് റീസ്റ്റാർട്ട് ചെയ്യുകയും കർശന നടപടികൾ ഉണ്ടാകണം. ഈ അപകടത്തിന്റെ പേരിൽ ഒരു കേസ് സ്റ്റഡി നടത്തണം. ഇപ്പോ അപകടങ്ങൾ 5 പേര് മരിക്കുന്ന ഒരു അപകടത്തിൽ SP-ക്ക് ചുമതലയുണ്ട്. ആലപ്പുഴ SP-യുടെ ചുമതലയാണ് ഒരു കേസ് സ്റ്റഡി ഉണ്ടാക്കുക. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ RTO-യ്ക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും ഉത്തരവാദിത്തമുണ്ട്. ഈ പർട്ടിക്കുലർ ആക്സിഡന്റ് പേരിൽ ഒരു കേസ് സ്റ്റഡി നടത്തി ഇങ്ങനെ ഇതിന്റെ പ്രിവെൻഷൻ സ്ട്രാറ്റജി, ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട്. അത് ചെയ്യാതെ അടുത്ത ഒരു അപകടത്തിൽ നിങ്ങൾ ഞങ്ങളെയൊക്കെ വിളിക്കും, ഞങ്ങൾ സംസാരിക്കും. ഇത് ഫ്രീക്വന്റ് ആവുകയാണ്. ദയവ് ചെയ്ത് മാധ്യമങ്ങൾ ഇതിന് സഹായിക്കണം. കാര്യം ഇത് പ്രഷ്യസ് ലൈഫാണ്. ഈ പയ്യന്മാര് ഭാവിയിലെ വാഗ്ദാനങ്ങളാണ്. അവര് നല്ല രീതിയിൽ പഠിച്ച് ഡോക്ടേഴ്സ് ആവുമ്പോൾ നമ്മളുടെയൊക്കെ തീർച്ചയായും നികത്താനാകാത്ത നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കുമ്പോഴും ഇനി ഇത് ആവർത്തിക്കപ്പെടരുത്, ആ രീതിയിലുള്ളൊരു ജാഗ്രത വേണമെന്നത് തന്നെയാണ് അധികൃതരെ ഓർമ്മിപ്പിക്കാനുള്ളത്. കോവിഡ് കാലത്ത് കോവിഡിനെതിരെ നമ്മൾ വലിയ ജാഗ്രത എടുത്തു. പക്ഷേ അതിനേക്കാൾ നമ്മളുടെ ജീവൻ അപഹരിക്കുന്ന ദുരന്തമായി ഈ നിരത്തുകളിലെ ഈ അപകടം തുടർ സംഭവമായി കൊണ്ടിരിക്കുമ്പോൾ പോലും കോവിഡിനോട് കാണിച്ച ജാഗ്രത പോലും ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അധികൃതർ കാണിക്കുന്നില്ല എന്നതാണ് ഒരു വസ്തുത. ആ കാലത്ത് അത് ഉയർന്നു കേട്ടതാണ്. ഇപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. വീഴ്ചകൾ പല ഭാഗത്തുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതുൾപ്പെടെ നിരത്തുകളിൽ എങ്ങനെ പെരുമാറണമെന്നതുൾപ്പെടെയുള്ള ബോധവൽക്കരണങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട്. ഒപ്പം നമ്മുടെ നിരത്തിലെ സംവിധാനങ്ങൾ ഡ്രൈവർമാർക്ക് ഉതകുന്ന തരത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. അങ്ങനെ പല തലങ്ങളിൽ വേണ്ടുന്ന നടപടികളാണ്. എന്തായാലും നഷ്ടപ്പെട്ടിരിക്കുന്നത് വിലപ്പെട്ട 5 ജീവനാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആവശ്യിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും.